ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമനേയിക്കും മാരകമായി പരിക്കേറ്റതായ റിപ്പോർട്ടുകൾ. 56 വയസ്സുകാരനായ മുജ്തബ നിലവിൽ കോമയിലാണെന്നും അദ്ദേഹത്തിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റിയതായും ബ്രിട്ടീഷ് മാധ്യമമായ ദ സൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ യുദ്ധതന്ത്രങ്ങളെ നിയന്ത്രിക്കേണ്ട പുതിയ നേതാവ് മരണത്തോട് മല്ലിടുന്നത് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അതീവ സുരക്ഷാ വലയത്തിലാണ് മുജ്തബയുടെ ചികിത്സ നടത്തുന്നത്. ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ വയറിനും കരളിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ ആരോഗ്യ മന്ത്രിയും പ്രമുഖ ട്രോമ സർജനുമായ മുഹമ്മദ് റസ സവർഗദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സകളെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആശുപത്രിയുടെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. നേതാവ് ഗുരുതരാവസ്ഥയിലാണെങ്കിലും രാജ്യത്ത് ഭരണ പ്രതിസന്ധിയില്ലെന്ന് വരുത്തി തീർക്കാൻ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ശ്രമിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്നും പിതാവിന്റെ രക്തത്തിന് പകരമായി കടുത്ത ആക്രമണം തുടരുമെന്ന മുജ്തബ ഖമനേയിയുടെ തന്നെ പേരിൽ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ നേതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തത് ഇറാനിലെ ജനങ്ങൾക്കിടയിലും സൈന്യത്തിനുള്ളിലും വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഇറാൻ തള്ളിയിട്ടുണ്ട്. നേതാവ് ശാരീരികമായി അവശനാണെങ്കിലും ഇറാൻ സൈന്യത്തിന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഒട്ടും കുറയാതെ തുടരുകയാണ്. ആയത്തുള്ള അലി ഖമനേയി പടുത്തുയർത്തിയ സൈനിക സംവിധാനം ഏത് വലിയ യുദ്ധം നയിക്കാൻ പ്രാപ്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ മുജ്തബയുടെ അഭാവത്തിലും പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളിപ്പടരാൻ സാധ്യതയുണ്ട്. അതേസമയം അമേരിക്കൻ എണ്ണ ടാങ്കർ അടക്കം 3 കപ്പലുകൾ കത്തിച്ച് ഇറാൻ തിരിച്ചടിച്ചിരുന്നു. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മാർഷൽ ഐലൻഡ്സ് പതാക വഹിക്കുന്ന സേവ് സി വിഷ്ണു എന്ന കപ്പലിലെ നാവികനാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. ക്യാപ്റ്റനടക്കം മറ്റ് 15 ഇന്ത്യക്കാരെയും 12 ഫിലിപ്പീൻസ് ജീവനക്കാരെയും ഇറാഖ് കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചു. അമേരിക്കൻ കമ്പനിയായ സേഫ് സീ ട്രാൻസ്പോർട്ടിന്റേതാണ് കപ്പൽ. ആക്രമണം തുടരുമെന്നും ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കാൻ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രഖ്യാപിച്ചിരുന്നു. കപ്പലുകൾക്ക് അകമ്പടി നൽകുമെന്ന നിലപാടിൽ നിന്ന് US പിന്മാറി. പുലർച്ചെ 2:30 അതായത് ഇന്ത്യൻ സമയം ഇറാഖിലെ ബസ്ര തീരത്തിന് സമീപത്ത് വച്ച് ഇറാന്റെ അണ്ടർ വാട്ടർ ഡ്രോൺ കപ്പലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇറാഖി കമ്പനി പാട്ടത്തിനെടുത്ത കപ്പലാണിത്. 48,000 ടൺ നാഫ്ത കപ്പലുണ്ടായിരുന്നു. സേഫ് സി വിഷ്ണുവിൽ നിന്ന് 30,000 ടൺ നാഫ്ത കൈപ്പറ്റിക്കൊണ്ടിരുന്ന മാൾട്ട പതാക വഹിക്കുന്ന സെഫീറോസ് എന്ന കപ്പലാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. തീപിടുത്തമുണ്ടായെങ്കിലും 23 ജീവനക്കാരെയും ഒഴിപ്പിച്ചു. ഇവർ ജോർജിയക്കാരെന്ന സൂചനയുണ്ട്. UAEയിലെ ജബേൽ അലിക്ക് വടക്ക് സോഴ്സ് ബ്ലെസ്സിംഗ് എന്ന ചൈനീസ് ചരക്ക് കപ്പലിന് നേരെയും മിസൈൽ ആക്രമണമുണ്ടായി. തീപിടുത്തമുണ്ടായെങ്കിലും നിയന്ത്രണ വിധേയമാക്കി. ജീവനക്കാർ സുരക്ഷിതരാണ്. ഖത്തറിൽ നിന്ന് ഒമാനിലേക്ക് പോവുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 28 ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി ഇറാനുമായി ഇന്ത്യ ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഹോർമൂസിലെ ജലപാത തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യ ഇറാനിയൻ അധികാരികളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ പാത അടഞ്ഞത് ആഗോള ഊർജ്ജവില വർധനവിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 4-5 ദിവസമായി ഇന്ത്യൻ പതാകയുള്ള ഒരു വാണിജ്യ കപ്പലിനെയും ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇറാൻ അനുവദിച്ചിട്ടില്ല. നിലവിൽ കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്ത് 24 കപ്പലുകളും കിഴക്ക് ഭാഗത്ത് 4 കപ്പലുകളും നിരീക്ഷണത്തിലാണ്. ഈ കപ്പലുകളിലായി ആകെ 778 ഇന്ത്യൻ നാവികരുണ്ടെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.